എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സത്സംഗ് വിത്ത് ഋഷി എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്തതിന് താങ്ക് യു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്ല കോഡ് 369 മെത്തേഡ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. എങ്ങനെ നമുക്ക് 369 എന്ന മാജിക് ഫോർമുല മാനിഫെസ്റ്റേഷന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരുപാട് 369 മെത്തേഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഏതാണ് വിച്ച് ഇസ് ദ റിയൽ വൺ? ഏതാണ് റിയൽ ആയിട്ടുള്ളത്? ഏതാണ് റിയൽ ആയിട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മെത്തേഡ് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 369 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരാഗ്രഹം 3 രീതിയിൽ അതിനെ അഫേം ചെയ്യുക. ആദ്യത്തെ പടി, ഫോർ എക്സാമ്പിൾ, വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചോളൂ. എനിക്ക് അതിമനോഹരമായിട്ടുള്ളൊരു ഭവനമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭവനം ആണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ ഭവനത്തിൽ വളരെ സന്തോഷവതിയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഒരാഗ്രഹമാണ്, ഒരു വീട് വെക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഈ വീട് വെക്കണം എന്നുള്ളത് 3 അഫർമേഷൻ ആയിട്ട് അതിനെ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചു 3 രീതിയിൽ നമ്മൾ ചോയ്സസ് കൊടുക്കുകയാണ് സബ് കോൺഷ്യസിന്. 3 രീതിയിൽ അഫർമേഷൻ എഴുതി. അത് എഴുതാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എഴുതാം, ചാൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇത് നമ്മൾ ഒരു ദിവസം 6 ടൈം സോണിലാണ് ചെയ്യേണ്ടത്. 369 എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 3 AM, 6 AM, 9 AM, 3 PM, 6 PM, 9 PM. ഈ 3 സമയത്തും നമ്മൾ ഇരിക്കാം. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ചിന്തിച്ചെടുത്ത് BMW കാർ എന്താ പറയാ ഉണ്ടാക്കുന്ന ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. അതിന് നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുക. ആൽഫ സ്റ്റേറ്റിലേക്ക് പോയി മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് വയറിലേക്ക് ദീർഘശ്വാസം എടുത്ത് വിടുക. കുറച്ചു നേരം ആകുമ്പോൾ നിങ്ങളൊരു കാം സ്റ്റേറ്റിലേക്ക് പോകും. ആ കാം സ്റ്റേറ്റിൽ നിങ്ങൾ ആദ്യം നന്ദി പറയുക ഈശ്വരനോട്, പ്രപഞ്ചനാഥനോട് നന്ദി പറയുക, പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ച നാഥനോട് നന്ദി പറയുക. ആ നന്ദി ഭാവത്തിന് ശേഷം, അതെന്താണ്? സൂപ്പർ കോൺഷ്യസ് കണക്ഷൻ ആണ്. നന്ദി ഭാവം എന്ന് പറയുന്നത് കണക്റ്റിംഗ് ടു സൂപ്പർ കോൺഷ്യസ്, പരമബോധത്തിലേക്കുള്ള കണക്ഷൻ. ആ നന്ദി ഭാവത്തിൽ നിന്ന് ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു പുതിയ വീട് വെക്കുന്നതായിട്ട്, മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതായിട്ട്, സ്വയം ഒരു സന്തോഷമുള്ളതായിട്ട് ഒക്കെ അതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ജീവിക്കുക. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ആ വീട് ഉണ്ട് എന്ന് കരുതി പ്രസന്റ് മൊമെന്റിൽ അത് ജീവിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. 3 മണിക്ക് ചെയ്യാം. ആൾക്കാർ ചോദിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് എങ്ങനെ എഴുന്നേക്കാൻ പറ്റും? നിങ്ങളുടെ ആഗ്രഹം എത്രമാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, അത്രമാത്രം ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കും. 3 മണിക്ക് എണീക്കുന്നത് എല്ലാ ട്രഡീഷൻസിനും 3 മണി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബ്രഹ്മമുഹൂർത്തത്തിന്റെ ആ ഒരു സമയം വരും. അതേപോലെ തന്നെ ഏകദേശം ആ ഒരു സമയമാണ് നിസ്കാരത്തിന്റെ സമയം വരും. അതേപോലെ തന്നെ എല്ലാ റിലീജിയസ് ട്രഡീഷൻസും നിങ്ങൾ നോക്കിക്കോളൂ. 3, 4 ആ ഒരു സമയം വളരെ പവർഫുൾ ആയിട്ടുള്ള സീക്രട്ട് കോഡ് ടൈം എന്നാണ് അതിനെ പറയുന്നത്. എന്ത് സാധനം ആ സമയം ചെയ്താലും നമുക്കൊരു പവർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം. ഇത് പൂർണ്ണമായിട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിത് പരീക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്യരുത്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ആ പ്രപഞ്ച ശക്തി, ആ പ്രപഞ്ചനാഥന് നമ്മൾ സമർപ്പിക്കുകയാണ് ഇത്. അപ്പോൾ 3 മണി, 6 മണി, 9 മണി, എത്ര നേരം വേണമെങ്കിലും കണ്ണടച്ച് ആൽഫ സ്റ്റേറ്റിൽ പോകാതെ നിങ്ങൾ വെറുതെ വായിച്ചിട്ടൊന്നും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാർക്ക്, ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഓൾറെഡി ഒരു മാനിഫെസ്റ്റേഷൻ സ്കിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വെറുതെ വായിച്ചാലും മതി.
അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളുടെ ഓറ ലെവൽ ഭയങ്കര ഉയർന്നിരിക്കും. അത് ചിലപ്പോൾ ജീവിതത്തിലുള്ള സന്തോഷം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സമയത്തും നമ്മൾ ചിന്തിച്ച മാനിഫെസ്റ്റേഷൻ നടക്കും. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് വേ എന്ന് പറയുന്നത് ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുക. എന്നിട്ട് പറയാം, ആൽഫ സ്റ്റേറ്റിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ശ്വാസമാണ്. ശ്വാസമാണ് എല്ലാത്തിൻ്റെയും ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുക, ഇത് റിപ്പീറ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീലിങ്സ് ഒന്ന്, അത് വിഷ്വലൈസേഷനിലൂടെ നടക്കും. രണ്ടാമത്തത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ. നമ്മളൊരു സ്വഭാവത്തെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അനേകം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സബ് കോൺഷ്യസിലെ ഒരു പ്രോഗ്രാം ആയിട്ട് മാറും. നന്ദി ഭാവം പറയുമ്പോൾ സൂപ്പർ കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ 6 പ്രാവശ്യം 9 ദിവസം ചെയ്യുക. അപ്പോൾ 3 അഫർമേഷൻ, 3 6 ടൈം സോൺ, 9 ദിനങ്ങൾ. ഇങ്ങനെയാണ് 369 ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക 3 പ്രാവശ്യം ആഗ്രഹം എഴുതുക, 6 പ്രാവശ്യം, അങ്ങനെയല്ല ചെയ്യണം. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ ആവശ്യം അത് നടക്കും. പൂർണ്ണമായും നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഡീപ്പ് ബ്രീതിങ് ചെയ്ത് ആ ഒരു സൂപ്പർ കോൺഷ്യസ് കണക്ഷൻ ആൽഫ സ്റ്റേറ്റുമായിട്ട് യൂസ്ഡ് ആവുക. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് വിവരം അറിയിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ യൂട്യൂബിൽ പോലും പറയാത്ത അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ഈ വീഡിയോയുടെ തന്നെ ക്ലാരിഫിക്കേഷനും ഒക്കെ നമുക്ക് യൂട്യൂബ് കമന്റിൽ പറയുമെങ്കിലും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഡിഫറെന്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ സ്വിച്ച് വേർഡ് തന്നെ കഴിഞ്ഞ ടോപ്പിക്കിൽ ഒരുപാട് മറ്റനേകം ഞാൻ പറഞ്ഞതിൽ കൂടുതൽ സ്വിച്ച് വേർഡ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൈവസി ആണ്. നിങ്ങൾക്ക് മറ്റാരെയും കാണാൻ പറ്റില്ല. ഞാനിടുന്ന മെസ്സേജസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ അവിടെ തന്നെ റിപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാം. 9 ദിവസം ചെയ്യാം. നിങ്ങൾക്ക് ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, എഴുതുന്നത് നല്ലതാണ്. കാരണം അഡീഷണൽ എന്തൊക്കെ നമുക്ക് ചെയ്യാമോ അത്രയും നല്ലതാണ്. അപ്പൊ എല്ലാവരും ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.